സോ ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ എന്താണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തിനാണിത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ കോളേജിൽ ഉള്ളവർ സ്റ്റാർട്ട് ചെയ്തു, കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കൊരു കൊതി, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ എന്ന് എനിക്കൊരു കൊതി തോന്നി. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നതാണ് എനിക്കറിയാം. അപ്പോൾ ഞാനും എൻ്റെ ആദ്യത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ സ്കിന്നാട്ടോ. ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്. പ്രത്യേകിച്ച് തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്ന് ഡ്രൈ ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോഴും മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമ്മുടെ മാം ഹെർത്തിൻ്റെ ബീട്രൂട്ട് ഫേസ് ഗ്ലൂ ആൻഡ് ക്രീം എന്ന് പറഞ്ഞ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇതെന്ന് പറയുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ ക്രീം എന്ന് പറയുന്നത്, ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ബീട്രൂട്ടും ഹൈറലോണിക് ആസിഡുമാണ്. ഈ ബീട്രൂട്ടും നമ്മുടെ സ്കിന്ന് ഗ്ലൂ ആക്കും, അറ്റ് ദ സെയിം ടൈം ഹൈറലോണിക് ആസിഡും നമ്മുടെ സ്കിന്ന് നല്ല എന്താ പറയുക ഭയങ്കര സ്മൂത്ത്, ഹൈഡ്രേറ്റഡ് ആക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ഒരു ചെറിയൊരു ഡ്രൈ സ്കിൻ എന്നുള്ളൊരു ഇത് നമുക്ക് മാറ്റിത്തരും. ഞാൻ ആദ്യം ഫസ്റ്റ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഇത് ഏകദേശം ഒരു 6 to 7 months ആയി ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല എന്താ പറയുക, ഞാൻ നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഇത് ഭയങ്കര നല്ലൊരു ക്രീമാണ് മാമാർത്ത്. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ എന്തൊരു സാധനം നമ്മൾ മുഖത്ത് തേക്കുന്നതിന് മുമ്പ് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഇത് ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്തതുമാണ്. അറ്റ് ദ സെയിം ടൈം എനിക്കിത് വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ചിലവർക്ക് ചില ക്രീംസ് അപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് പിമ്പിൾസ് വരാൻ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറേ വീഡിയോസ് കണ്ടിരുന്നു. അപ്പം ഞാനും പറയുന്നു, ജസ്റ്റ് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് യു ജസ്റ്റ് ഡു ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് ഞാൻ ചെയ്യുന്നത് കണ്ണെഴുതല. എവിടെ ഞാൻ കുളിച്ചില്ലെങ്കിൽ എനിക്ക് കണ്ണെഴുതണം. കണ്ണെഴുതാതെ ഞാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ കണ്ണെഴുതാൻ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് റെയ്നിയുടെ ഹാർഡ് ബ്ലാക്ക് എന്നും പറഞ്ഞ കാജൽ പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബ്ലിങ്കറ്റിൽ കിട്ടും, എല്ലായിടത്തും കിട്ടും, എല്ലാ കടകളിലും നമുക്ക് കിട്ടും. സാധാ ഒരു ഇതാണ്, റെയ്നിയുടെ ഇതിലുമാണ്. അപ്പം ഞാൻ മെയിൻലി ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതും മാമാർത്തിൻ്റെ കാജലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിനൊരു സ്മൂത്ത് ടെക്സ്ചറും ആണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ വെള്ളം ഒഴിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാലൊന്നും അത് ഒട്ടും സ്പ്രെഡ് ആവില്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒട്ടും സ്പ്രെഡ് ആവില്ല. അപ്പോൾ ഇത് ഭയങ്കര നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കൺമഷിയാണ്. കാജൽ പെന്നാണിത്. ഇത് പെൻ ടൈപ്പാണ്, നമ്മുടെ സാധാ കാജലല്ല. നമ്മളിപ്പോൾ കരഞ്ഞാലും അല്ലെങ്കിൽ കണ്ണ് തിരുമ്മിയാലും ഒന്നും ഇത് സ്പ്രെഡാകാൻ പോകുന്നില്ല. നോക്കിയാൽ ഇപ്പോൾ എൻ്റെ കണ്ണ് ഞാൻ ഇത് വെച്ചാണ് കണ്ണ് എഴുതിയത്. ഐ ഗെസ് ഇതൊരു നല്ലൊരു ഐക്കൊരു എടുപ്പ് കാണിച്ചു തരും, ഒരു എടുപ്പ്. മറ്റേത് എപ്പോഴും സ്ഥിരം നമ്മൾ കുറേ കൺമഷികളുണ്ട്, ജസ്റ്റ് എഴുതും പെട്ടെന്ന് അപ്പം തന്നെ പോകും. പക്ഷേ ഇതൊരു, ഞാൻ പറയാം, എങ്ങനെ പോയാലും ഒരു 12 hours ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, എങ്ങനെ പോയാലും. അറ്റ് ദ സെയിം ടൈം ഇതൊരു ഗ്ലോ എന്ന് പറയാൻ പറ്റില്ല, കണ്ണിനൊരു എടുപ്പ് തരുന്നൊരു ഒരു കൺമഷിയാണ് നമ്മുടെ കാജൽ പെന്ന്, റെനിയുടെ കാജൽ പെന്ന്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ സ്വതവേ മുകളിലും എഴുതാറുണ്ട്. ഞാൻ കണ്ണ് മുകളിലും എഴുതുന്നത്. എനിക്ക് കണ്ണെഴുതുന്നത് പല വെറൈറ്റിയിൽ എഴുതാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്രേസ്. കണ്ണിൽ പലതും പരീക്ഷിക്കാൻ എനിക്ക് ക്രേസ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളത്, എൻ്റെ കയ്യിൽ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മാർക്കർ സ്കെച്ച് പെൻ, മാർക്കർ ഐ പെന്നാണ്. യൂഷ്വലി ഈ പെന്നാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് എന്ന് പറയണത് ഇത് മാർക്കർ പെന്നാണ്. ഓക്കെ, ഇത് നമ്മുടെ മാർക്കർ ഐ പെന്നാണ്. ഇതും ലോങ് ലാസ്റ്റിംഗ്. ഇതിൽ 12 hours ലോങ് ലാസ്റ്റിംഗ് സ്മച്ച് പ്രൂഫ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഇത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് രാത്രി കളയാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാടുപെടുന്നത്. അങ്ങനെ ഒരു ഡിസെഫക്റ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് ഈ ഒരു കൺമഷിക്കുണ്ട്. കാരണം ഇത് സാധാ വെള്ളം ഒഴിച്ചാലും അല്ലെങ്കിൽ സാധാ സൂപ്പിട്ടാലും ഇതങ്ങനെ പെട്ടെന്ന് പോകില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഈ ഒരു കൺമഷിക്ക്. പക്ഷേ നമ്മുടെ കണ്ണിന് ആക്ച്വലി ദിസ് ഈസ് ഗുഡ്. ഇത് എഴുതുമ്പോൾ ഇത് എഴുതി കാണാൻ നല്ല രസമാണ്. പിന്നെ ഞാനിതൊന്ന് എഴുതിയിട്ട് വരാമേ.
കണ്ടോ, എന്നെ കണ്ടോ, ഒരു നല്ല രസമല്ലേ? ഇത് എഴുതാൻ നല്ല രസമാണ്. ഇത് സ്മൂത്താട്ടോ, സ്മൂത്ത് ടെക്സ്ചറാണ്. ഇത് ദേ കണ്ടോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു എന്ന് വിചാരിക്കും. കണ്ടോ, നല്ല സ്മൂത്ത് ടെക്സ്ചറാണ്. അതേപോലെ ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്താലും മായിന് പോവില്ല. എന്ത് ചെയ്താലും മായില്ല. കണ്ടോ, എന്ത് ചെയ്താലും മാഞ്ഞു പോവില്ല. ജസ്റ്റ് നമ്മൾ വെറുതെ സോപ്പിട്ട് കഴുകാം എന്ന് വിചാരിച്ചാലും അത് പോവില്ല. ഞാൻ യൂഷ്വലി എണ്ണ തേച്ചാണ് ഇത് കളയാറ്. എണ്ണ തേച്ച് കളയാൻ നോക്കിയാലും അത് കഷ്ടപ്പാടാണ്, എന്നാലും ഇറ്റ്സ് ഗുഡ്. പിന്നെ നമ്മുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് നല്ല ഭംഗിയുണ്ട്. ഇത് എഴുതുന്നവർ, ഇത് ഞാൻ ഇതിൻ്റെ പേര് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ലൈനർ എക്സ്പ്രസ് എന്ന് പറഞ്ഞതാട്ടോ. കേട്ടോ. പിന്നെ ഇന്നൊരു പ്രത്യേക ഒരു ദിവസം കൂടിയാണ്. ഇന്ന് എൻ്റെ പിറന്നാളും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ബ്ലൂ ഐലൈനറും കൂടി ഇടുന്നുണ്ട്. ഈ ബ്ലൂ ഐലൈനർ ഞാൻ നമ്മുടെ സൂഡിയോന്ന് മേടിച്ച ബ്ലൂ ഐലൈനറാണിത്. ഇത് ജസ്റ്റ് ഞാൻ ഒരു കോട്ട് ഞാൻ ഇടാറുണ്ട്. എപ്പോഴും ഒന്നും ഇടാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ മെയിൻലി ഇത് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ അതും എഴുതി. കണ്ടോ, ബ്ലാക്കിൻ്റെ മുകളിൽ ബ്ലൂ എഴുതാറാണ് ഞാൻ പതിവ് സ്വതവേ. ചില സമയത്ത് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യാറ്. ചില സമയത്ത് ഇത് മാത്രം എഴുതിപ്പോവും, ചില സമയത്ത് ബ്ലാക്കിൻ്റെ മുകളിൽ ഇത് എഴുതിപ്പോവും, അല്ലെങ്കിൽ ബ്ലാക്ക് മാത്രം ഇട്ട് പോവും. പക്ഷേ യൂഷ്വലി ഞാൻ ഈ ബ്ലൂ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉള്ളപ്പോൾ. പിന്നെ ഡ്രസ്സ് ബ്ലൂ ആണെങ്കിലും ഞാൻ ഇത് ഇടാറുണ്ട് കേട്ടോ. പിന്നെന്താ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞാൻ ചെയ്യുന്നത് പൊട്ട് ഇങ്ങനെയാണ്. ബിന്ദി ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വന്തം സൂഡിയോയുടെ ഐലൈനറാണ് ഞാൻ എൻ്റെ പൊട്ടായിട്ട് ഞാൻ സ്വതവേ യൂസ് ചെയ്യാറ് എപ്പോഴും. ജസ്റ്റ് ഒരു കുത്ത് അത്ര ഇടാകും. എനിക്ക് സ്റ്റിക്കർ പൊട്ട് ഒട്ടും ഇഷ്ടമല്ല. ജസ്റ്റ് ഈ ഒരു പൊട്ട്. അടുത്തത് എൻ്റെ ലിപ് കെയറാണ്. ലിപ്പിന് ഞാൻ യൂഷ്വലി ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൈഫൻ്റെ ലിപ് ബാമാണ്. ഹൈഫൻ നമ്മൾ എപ്പോഴും ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണാറ്, മിക്കപ്പോഴും എൻ്റെ ഇൻസ്റ്റ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാറുള്ളത് കൃതി സെനോൻ്റെ ഹൈഫൻ്റെ ലിപ് ബാമാണ്. ഞാൻ ഇത്രയും കാലം ഞാൻ നമ്മുടെ വാസ്ലൈനാണ് യൂസ് ചെയ്തിരുന്നത് ലിപ് ബാമായിട്ട്. ബട്ട് ഇത് ഞാൻ ഇതേപോലെ ഇൻസ്റ്റയിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മേടിക്കാനൊരു കൊതി തോന്നി, ഞാൻ മേടിച്ചതാണ്. അപ്പം ഞാൻ ഹൈഫൻ്റെ ലിപ് ബാമാണ് മേടിച്ചിരിക്കുന്നത്. ഞാൻ അതിൽ ഹേസൽ എന്ന് പറഞ്ഞ ഫ്ലേവറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അത് ആക്ച്വലി ഇതിൽ പറയുന്നത് ഇതിൽ വിറ്റമിൻ ഇൻഫ്യൂസ്ഡ് പെപ്പറ്റൈഡ് എന്ന് പറഞ്ഞ കണ്ടൻ്റാണ് ഉള്ളത്. ഈ പെപ്പറ്റൈഡിൻ്റെ യൂസ്ഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് ഭയങ്കര സോഫ്റ്റ് ആക്കും. അറ്റ് ദ സെയിം ടൈം ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ഉണ്ടെങ്കിൽ ആ പിഗ്മെൻറ്റേഷൻ കുറച്ചും തരും. പിന്നെ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പിഗ്മെൻറ്റഡ് ആവുകയും ഇല്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ക്രീമാണ്, നല്ലൊരു ലിപ് ബാമാണ്. ഇതും ഇത് 12 hours ഇല്ല. നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്തായാലും ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ 12 hours ഒന്നും നിൽക്കാറില്ല. ഇത് ഈ ലിപ് ബാം ഇത് ഇങ്ങനെയാണിത്, ഇതിൻ്റെ ഒരു ഷേപ്പ്. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് മുകളിലും കാണാം, ചെറിയൊരു ഗ്ലോയിഷ് കാണാൻ പറ്റും. നമുക്കൊരു ചെറിയൊരു ഗ്ലോ ഉള്ള പോലെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ചെറിയൊരു ഗ്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ എന്താ പേര് പറയാം, ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ആക്ച്വലി ഞാൻ 2 ഷെയ്ഡ് ഇതാക്കിയാണ് യൂഷ്വലി ഇടാറ്. ഒന്ന് നമ്മുടെ NYBയുടെ പിങ്കിഷ് ലിപ് ബാം. ഇതിൻ്റെ പേര് ഫിയർലെസ് ഫ്രീ മാൻ 11 എന്നാണ്. ഞാൻ യൂഷ്വലി ഇതും മാർസിൻ്റെ സെസ്റ്റി സൂംബയും ഇതുമാണ് നമ്മുടെ NYBയുടെ ഫിയർലെസ് ഫ്രീ മാനാണ്. ഈ 2 ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. എൻ്റെ കയ്യിൽ വേറെയും ഷെയ്ഡ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഷെയ്ഡ്സ് ഇത് 2 ആണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇത് 2 കൂടെ ഒരുമിച്ച് എൻ്റെ കറക്റ്റ് ലിപ്പ് കളർ എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സോ ആക്ച്വലി ഞാൻ ഇത് 2 കൂടെ മിക്സ് ചെയ്താണ് ആക്ച്വലി ഞാൻ ഇത് ഇടാറ്.
ആക്ച്വലി ഞാൻ ഇത് മിക്സ് ചെയ്താണ് ഇടാറ്. ഇടും. പിന്നെ നമ്മുടെ ചെറിയൊരു ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ, ഇതിൻ്റെ ഷെയ്ഡ് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ആക്ച്വലി ഇത് എല്ലാവർക്കും ആക്ച്വലി മാസിൻ്റെ എല്ലാം നല്ലതാണ്. നിങ്ങൾക്കിത് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, അല്ലെങ്കിൽ ഇതെല്ലായിടത്തു നിന്നും കിട്ടും. നൈക്കയിൽ നിന്ന് കിട്ടും, പേർപ്പിളിൽ നിന്ന് കിട്ടും. പേർപ്പിളിൽ ഇതിന് ഓഫറുണ്ട്. ഇതിൻ്റെ പേര് ജസ്റ്റി സൂംബയാണ്. ഇത് ആക്ച്വലി നല്ലതാണ്. ഇത് ജസ്റ്റ് ഞാനൊരു ടച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. കാണാം, ഇത്രേ ഉള്ളൂ. എൻ്റെ ലിപ്സ്റ്റിക്ക് ഇടൽ എന്ന് പറയണത് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത് നേരിട്ട് കാണാൻ ഒരു പിങ്കി സ്റ്റൈലുണ്ട് കേട്ടോ. അത് ഇതിൽ എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. ഐ എം സോ സോറി. ഇപ്പം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രേ ഉള്ളൂ. ഇനി ഒന്ന് മുടി ശരിയാക്കണം. പിന്നെ കമ്മൽ ഈ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പുതിയ കമ്മലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് കമ്മലിനോട് ഭയങ്കര ക്രേസാണ്. പക്ഷെ ചെറിയ കമ്മലിനോട് ക്രേസൊന്നുമില്ല, പക്ഷെ വലിയ കമ്മലുകളോട് എനിക്ക് ഭയങ്കര ക്രേസാണ്. ഭയങ്കര ക്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസ്. എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ കമ്മൽ വേണമെങ്കിൽ പറയാം ഇതാണ്. എനിക്ക് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടം, ഭയങ്കര ക്രേസാണ് എനിക്ക്. അതും ബ്ലാക്ക് മെറ്റൽ കമ്മലുകളോട് മാത്രമാട്ടോ എനിക്ക് ക്രേസ്. എന്താണെന്നറിയില്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആക്ച്വലി അത് എവിടെ നിന്നാണെന്നറിയില്ല. ഇതും എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചു തന്നതാണ്. ഫ്രണ്ടിൻ്റെ അമ്മ ഫ്രണ്ട് മേടിച്ചു തന്നതാണ്. ഇത് ആക്ച്വലി മേടിച്ചത് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഗിഫ്റ്റായിട്ട് കിട്ടിയ സാധനമാണ്. അപ്പോൾ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത് ഈ ഒരു കമ്മലാണ്. ഈ ഒരു കമ്മലാണ് ഞാൻ സ്റ്റൈൽ ചെയ്യുക. കണ്ടോ, ഇനിയിടും ഭംഗിയുണ്ടും. ജിമിക്കി ടൈപ്പ് ഒരു കമ്മലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ് ഇത്. പിന്നെ വരുന്നത്, ഞാൻ മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്യാൻ മറന്നുപോയി. അതാണ്, ഞാൻ ചില സമയത്ത് ഞാൻ ഇതിടാൻ മറക്കാറുണ്ട്. ഇത് മസ്കാരയാണ്. മസ്കാരയുടെ മാൾസിൻ്റെ മസ്കാരയാണ്. എനിക്ക് മസ്കാര ഞാൻ അങ്ങനെ എപ്പോഴും ഇടാറില്ല. മസ്കാര ഞാൻ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മസ്കാര ഇടാറുള്ളൂ ആക്ച്വലി. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പരിപാടി ഉള്ളതുകൊണ്ട് ഐ ആം യൂസിങ് ദിസ് മസ്കാര ഓൾസോ. സോ ഞാൻ മസ്കാരയും ഇട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത്രേ ഉള്ളൂ. ഇനി ജസ്റ്റ് മുടി ഒന്ന് ചീവണം, മുടി ഒന്ന് കോംബ് ചെയ്യണം. ചിലപ്പോൾ ഞാനിങ്ങനെ അയച്ച് തന്നെ ഇടും, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലിപ്പുണ്ട്, എൻ്റെ കയ്യിൽ ക്ലിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് ഇടുമായിരിക്കും. മിക്കവാറും ഇങ്ങനെ ഉള്ളൂ, കാരണം പുളിപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. സോ ഇതാണ് എൻ്റെ ഫൈനൽ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് മുഖത്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു. ഐ ഹോപ്പ് ദാറ്റ് ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇറക്കും. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.